നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നും 60 വയസ്സ് കഴിഞ്ഞ നിരവധി ആളുകൾക്ക് ഇന്നും പെൻഷൻ ലഭിക്കുന്നില്ല. എന്നാൽ കേരള സർക്കാർ നൽകുന്ന വൃദ്ധാവസ്ഥ പെൻഷൻ എങ്ങനെ അപേക്ഷിക്കാം? എന്തുകൊണ്ട് പല അപേക്ഷകളും റദ്ദാക്കുന്നു? ഓൺലൈൻ ഓഫ്ലൈൻ അപേക്ഷയുടെ ശരിയായ വഴി എങ്ങനെ? ആവശ്യമായ രേഖകൾ എന്തെല്ലാം? ലൈഫ് സർട്ടിഫിക്കറ്റ് എല്ലാം ഈ വീഡിയോയിൽ നമുക്ക് നോക്കാവുന്നതാണ്. വൃദ്ധാവസ്ഥ പെൻഷൻ എന്താണ്? വൃദ്ധാവസ്ഥ പെൻഷൻ എന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കേരള സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. ഇത് ദാനമല്ല, ഇത് അവകാശമാണ്. ഇത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് LSGD വഴിയാണ് നടപ്പിലാക്കുന്നത്. പെൻഷൻ തുകയും പേയ്മെന്റും എങ്ങനെയാണ്? ഇപ്പോൾ നിലവിൽ 1600 രൂപ പ്രതിമാസം ലഭിക്കുന്നുണ്ട്. ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ DBT വഴി സാധാരണയായി ഓരോ മാസവും അക്കൗണ്ടിൽ എത്തുകയാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ഇതിനായി എങ്ങനെയാണ് അപേക്ഷിക്കുക? അപേക്ഷിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രായം 60 വയസ്സ് പൂർത്തിയായിരിക്കണം. വരുമാന പരിധി BPL വളരെ കുറഞ്ഞ വരുമാനമായിരിക്കണം. ഗ്രാമീണ മേഖലയിൽ ഏകദേശം 1 ലക്ഷത്തിന് താഴെയായിരിക്കണം. നഗരമേഖലയിൽ അല്പം കൂടുതലായിരിക്കണം. മറ്റേതെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ പെൻഷന് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. വൈകല്യ പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയവ ഏതായാലും അതിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഈ പെൻഷനിൽ അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ സ്ഥിരതാമസക്കാരന് മാത്രമാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുക. ഇതിനായി ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് നോക്കാം. ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ BPL തെളിവ്, ബാങ്ക് പാസ്ബുക്ക്, IFSC ഉൾപ്പെടെ വേണം. റേഷൻ കാർഡ്, വിലാസ തെളിവ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പ്രായം തെളിയിക്കുന്ന രേഖയായി ആധാർ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെക്കാവുന്നതാണ്. എല്ലാ രേഖകളും വ്യക്തവും വായിക്കാവുന്നതുമായിരിക്കണം. ഓൺലൈൻ അപേക്ഷയ്ക്കായി UMANG ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയ umang.gov.in തുറക്കുക. മൊബൈൽ നമ്പർ നൽകി OTP വഴി ലോഗിൻ ചെയ്യുക. സെർച്ചിൽ NSAP ടൈപ്പ് ചെയ്യുക. ഓൾഡ് ഏജ് പെൻഷൻ തിരഞ്ഞെടുക്കുക. വ്യക്തിഗത വിവരങ്ങൾ പൂരിപ്പിക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് നൽകുക. രേഖകൾ അപ്ലോഡ് ചെയ്തു കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ അപേക്ഷ നൽകിയാലും ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വെരിഫിക്കേഷൻ നിർബന്ധമാണ്. ഇതല്ലെങ്കിൽ രണ്ടാമതായുള്ള ഓപ്ഷൻ മൈ സ്കീം പോർട്ടലാണ്. myskim.gov.in നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് പെൻഷൻ സ്കീമുകൾ കാണിച്ചു തരുന്ന പോർട്ടലാണ്. അതിൽ കയറി വിശദമായി നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓഫ്ലൈനായി എങ്ങനെയാണ് അപേക്ഷിക്കുക? കേരളത്തിൽ ഏറ്റവും സാധാരണയായി നമുക്ക് ചെയ്യേണ്ട വഴിയാണിത്. ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്ന് നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വൃദ്ധാവസ്ഥ പെൻഷൻ ഫോം അവിടെ നിന്ന് വാങ്ങുക. ഫോം പൂരിപ്പിച്ച് രേഖകൾ ചേർക്കുക. സെക്രട്ടറിക്ക് സമർപ്പിക്കുക. ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വെരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും. അർഹതയുണ്ടെങ്കിൽ അപേക്ഷ അംഗീകരിക്കുകയും ചെയ്യും. ഈ വെരിഫിക്കേഷനായി ചിലപ്പോൾ 1 മുതൽ 3 മാസം വരെ എടുത്തേക്കാം. പെൻഷൻ തുടർച്ചയായി ലഭിക്കാൻ ഓരോ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകണം. അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് വെരിഫിക്കേഷൻ പല സ്ഥലങ്ങളും സൗജന്യമാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ പെൻഷൻ സ്റ്റോപ്പ് ചെയ്യും. സാധാരണയായി അപേക്ഷ റദ്ദാക്കുന്ന കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ് ആണെങ്കിലും, ആധാർ ലിങ്ക് ഇല്ലെങ്കിലും, തെറ്റായ വരുമാന വിവരം നൽകിയാലും, മറ്റൊരു പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഈ പെൻഷൻ ലഭിക്കുന്നതല്ല. നമ്മളുടെ അപേക്ഷ റദ്ദായി പോകുന്നതാണ്. ഇതിനായുള്ള പരിഹാരം രേഖകൾ ശരിയാക്കി വീണ്ടും അപേക്ഷിക്കുക. പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ സഹായത്തിനായി ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അന്വേഷിക്കുക. LSGD കേരള പോർട്ടലിൽ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ സേവന പെൻഷൻ പോർട്ടലിലും നിങ്ങൾക്ക് നോക്കാം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്